സ്ഥാനാർത്ഥിയായിട്ട് RSSന്റെ കാര്യവാഹിനെ നിർത്തുന്ന നിലയുണ്ടായി. ഇതൊക്കെ പഴയ കാലത്ത് കോൺഗ്രസിന് അതിൻ്റെ ആവശ്യമുണ്ടോ? കോൺഗ്രസ് വലിയ ശക്തിയല്ലേ. അതിൽ നിന്ന് മാറിയപ്പോഴാണ് കേരളത്തിൽ പൊതുവായിട്ട് കോൺഗ്രസിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് കോലീബി സഖ്യം ഉണ്ടാക്കിയത്. കോൺഗ്രസും ലീഗും BJPയും എല്ലാം കൂടി ചേർന്ന് വടകര പാർലമെൻറ്റ് സീറ്റിലും ബേപ്പൂർ അസംബ്ലി സീറ്റിലും സ്ഥാനാർത്ഥികൾ നിർത്തും. ആ സ്ഥാനാർത്ഥികൾ അന്നത്തെ BJPക്ക് വേണ്ടിയുള്ള സ്ഥാനാർത്ഥികളായിരുന്നു. അവരെ വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ് ധാരണ. പക്ഷെ രാഷ്ട്രീയത്തിൽ 2 കൂട്ടണം 2 = 4 എന്ന കണക്കല്ല വരിക. ജനങ്ങളല്ലേ, മനുഷ്യരല്ലേ, മനുഷ്യരെ ചിന്തിക്കുന്നവരല്ലേ. ആ കണക്ക് തെറ്റി. അങ്ങനെയാണ് രണ്ടിടത്തും അവരെ പരാജയപ്പെടുത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞത്. ഓർമ്മയില്ലേ ആ കാര്യങ്ങളൊക്കെ? അതിനുശേഷം എന്തൊക്കെ നടന്നു ഈ കേരളത്തിൽ? ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ? ഇപ്പോൾ സമീപകാല കേരളം എടുത്താൽ ഒരു അസംബ്ലിയിൽ UDF ഭരിക്കുന്നു. ആ ഭരണത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആളോട് RSS നേതാവ് പരസ്യമായി പറയുകയാണ്, ഞങ്ങൾ 41 സീറ്റിൽ പിന്താങ്ങിയത് കൊണ്ടാണ് നിങ്ങൾ ആ കസേരയിൽ ഇരിക്കുന്നതെന്ന് ഓർമ്മ വേണം. അതല്ലേ വസ്തുത? ഇങ്ങനെയുള്ള ധാരണകളിൽ ഉണ്ടാക്കിയിരുന്നു. വോട്ട് കച്ചവടം എത്ര വലിയ വിവാദമായതാണ്. അത് BJPക്കകത്ത് വിവാദങ്ങളുണ്ടാക്കി, വോട്ട് വിറ്റതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാക്കി. എല്ലാം കോൺഗ്രസും BJPയുമായി ബന്ധപ്പെട്ടല്ലേ ഉണ്ടായത്. ഞങ്ങളെ ആ ഘട്ടത്തിലൊന്നും ഒരിടത്തും ചിത്രത്തിലില്ലാരും. ഇത്തരം ഒരു ആരോപണത്തിനും ഞങ്ങൾ വിധേയരായിട്ടില്ലാരും. ഇപ്പോൾ സമീപകാലത്തെത്തിയ തൃശ്ശൂരിൽ BJP ജയിച്ചു. അതിനു മുൻപ് നേമത്ത് BJP അസംബ്ലി റെക്കോർഡ് തുടങ്ങി. എങ്ങനെയായിരുന്നു നേമത്ത് അസംബ്ലി റെക്കോർഡ് തുടങ്ങാൻ കഴിഞ്ഞത്? നേമത്തുള്ള കോൺഗ്രസ് വോട്ടുകൾ കാണാനില്ല. അതേസമയം അതിനടുത്തുള്ളൊരു മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് ജയിച്ചു വരുന്നു. അവിടെ BJPയുടെ വോട്ടും കാണാനില്ല. എല്ലാം ധാരണയായിരുന്നില്ലേ? BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തതല്ലേ? 2021 അവിടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾ പരസ്യമായി പറഞ്ഞല്ലോ, ഈ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കൊണ്ടു. അത് പൂട്ടിക്കാനായല്ലോ. തൃശ്ശൂർ പാർലമെന്റ് സീറ്റ് എന്താ സംഭവിച്ചത്? എങ്ങനെയാണ് BJPക്ക് ജയിക്കാനായത്? അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ട് എവിടെ പോയി? ഞങ്ങളും ജയം പ്രതീക്ഷയാണ്, ഞങ്ങൾ പരാജയപ്പെട്ടു. പക്ഷേ അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിൽ കുറവ് വന്നില്ല. കോൺഗ്രസിന് വലിയ കുറവ് വന്നല്ലോ. ഇതെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ അനുഭവമല്ലേ. ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എടുത്തു നോക്കി, എത്ര സ്ഥലങ്ങളിൽ BJPയുമായി യോജിച്ച് മത്സരിച്ചു. ഔദ്യോഗിക ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ, ആ തെരഞ്ഞെടുപ്പിൽ BJPയും UDFും കൂടി ചേർന്നുകൊണ്ടുള്ള ഭാരവാഹികൾ എത്ര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നിൽക്കുന്നു. അപ്പോൾ അവരുടെ ശീലമാണത്. ആ ശീലം എല്ലാ ഘട്ടത്തിലും അവർ സ്വീകരിക്കാറുണ്ട്. 2 കൂട്ടർക്കും ഒരേ മനസ്സാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓർമ്മയില്ലേ? ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ പരാജയപ്പെടുത്താൻ വേണ്ടി എത്ര തീവ്രമായിട്ടായിരുന്നു 2 കൂട്ടർ ശ്രമിച്ചത്. കോൺഗ്രസും UDFും BJPയും ഒരേ മനസ്സോടെയല്ലേ നീങ്ങിയത്. കോൺഗ്രസിനെയും UDFനെയും സഹായിക്കാൻ BJPയുടെ ഇടപെടലിലൂടെ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വട്ടമിട്ട് പറന്നില്ലേ. 2 കൂട്ടരും ഏക മനസ്സോടെയല്ലേ നീങ്ങിയിരുന്നത്. അതും അതിനുശേഷവുമുള്ള കേരളം പരിശോധിച്ച് നോക്കി, ഒരേ രീതിയിലല്ലേ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ LDFനെ തകർക്കാൻ വേണ്ടി വിവിധ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിന് BJPയുമായി കൂട്ടുകൂടുന്നതിന് ഒരു പ്രയാസവും കോൺഗ്രസ്സിന് ഉണ്ടായിട്ടില്ല. ഇതാണ് നമ്മുടെ ഇവിടുത്തെ അനുഭവം. ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നത് മാത്രമേ ഇതിനെക്കുറിച്ച് കാണേണ്ടതുള്ളൂ.
ഓരോ ആൾ എന്തെങ്കിലും ഭ്രാന്ത് പറയുന്നതിന് ഞാനെന്ത് പറയാനാണ്? എന്നെ കാതറ് എന്നെ സാക്ഷി നിർത്തിയിട്ടാ ഞാൻ സംസാരിക്കാൻ പോയത്. എന്നെല്ലാം ഭ്രാന്താണ് പറയുന്നത്. ഓരോരുത്തർ ഇപ്പൊ എന്താണെന്നറിയോ നിങ്ങൾ കാണേണ്ടത്, ഓരോ ആളെയും സംബന്ധിച്ച് തെറ്റായ പ്രചരണങ്ങൾ നടത്താനാണ്. നേരത്തെ ആരോ ചോദിച്ചില്ലേ, ഇത് നുണകൾ വലിയതിൽ പ്രചരിപ്പിക്കുന്നു. ആ ഒരു രീതിയാണ് സ്വീകരിച്ചു പോകുന്നത്. ചില നിയോജക മണ്ഡലങ്ങളിൽ ഇപ്പോൾ LDF സ്ഥാനാർത്ഥി ജയിക്കുന്നു കാണുമ്പോൾ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചില ആളുകളിൽ ചില വികാരമുണ്ടാക്കാൻ മെല്ലെ പ്രചരിപ്പിക്കുന്നൊരു കാര്യം നിങ്ങൾ ഈ പറഞ്ഞതാണ്. ഇത് BJPയുടെ ആളാണ് കേട്ടോ, BJP ആണ് ഉന്നയിക്കപ്പെടുന്ന ഡീൽ ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറയുകയായിരുന്നു. നിയമത്തടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഡീൽ ആരോപണങ്ങൾക്കുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. ഡീൽ ആരോപണങ്ങളെ കത്തിച്ചു നിൽക്കാൻ UDF നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള മറുപടികളുമാണ് മുഖ്യമന്ത്രി നൽകിക്കൊണ്ടിരിക്കുന്നത്.